ഇനി നമുക്കൊപ്പം ഉള്ളത് അമ്പലനടയിൽ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്, കുറച്ച് അപ്പുറത്ത് മാറിയാണെന്ന് മാത്രം. നാരങ്ങവിളക്കിന് സമീപത്ത് നിന്ന് അതാണ് ഇന്നലെ അവിടെ നിന്നായിരുന്നു. അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു, ഒരുപാട് ലൊക്കേഷനുകളിലൂടെയുണ്ട്. അതിൽ നാരങ്ങവിളക്കിന് മുൻപിൽ നിന്ന് അതെ തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ പറഞ്ഞു തരും ആരാ, MG പ്രതീഷ് ഉണ്ട് അവിടെ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് പ്രതീഷ്. ഞങ്ങൾ ഇവിടെ നിന്ന് പറയായിരുന്നു നാരങ്ങവിളക്കാണ് അവിടെ മനോഹരമായിട്ടുള്ള, ഇവിടെ ഒരുപാട് ലൊക്കേഷനിൽ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പ്രതീഷ് നിൽക്കുന്നത്. അവിടെ എന്തായാലും ഇപ്പോഴും നമുക്കറിയാം, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം ഒരുപാട് ആളുകൾ ദർശനത്തിനായിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ മുതലേ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ക്യൂ എത്രത്തോളമാണെന്നുള്ളത്. ഇന്നിപ്പോൾ ഇതാ മണിക്കൂറുകളില്ല, ഇനി കുറച്ച് സമയമുള്ളൂ എന്ന് മനസ്സുകൊണ്ട് അങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞു. പൊങ്കാല അർപ്പിക്കാനുള്ള നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിമിഷങ്ങളിലേക്ക് കടക്കുന്ന ഭക്തലക്ഷങ്ങളുടെ എന്താണ് അവരുടെ മനസ്സിൽ എന്നുള്ളത് കൂടി നമുക്കറിയാം. അവർ എത്രത്തോളം വികാരത്തോടു കൂടിയാണ് അമ്മയെ കാണാൻ പോകുന്നത് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. പ്രതീഷ് നിൽക്കുന്ന ഇടത്തു നിന്ന് എന്തൊക്കെ കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് ഒപ്പി നൽകാനുള്ളത്? ശ്രുതി, തീർച്ചയായും ആറ്റുകാൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു മഹോത്സവമാണ്. കാരണം അങ്ങനെ പറയുന്നതിൽ കാരണം അത്തരത്തിൽ ആ ഒരു വികാരം എന്ത് എന്ന് മനസ്സിലാകണമെങ്കിൽ ഈ ക്ഷേത്ര നടയിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ വികാരം നമുക്ക് മനസ്സിലാകും. കാരണം അത്രത്തോളം സ്ത്രീ ജനങ്ങൾ ആറ്റുകാൽ അമ്മയുടെ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിന് ആളുകളാണ് ഓരോ മിനിറ്റും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ: ഒന്ന്, ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക, ഒപ്പം ആറ്റുകാലമ്മയെ ഒരു നോക്ക് കാണുക. ആ ഒരു ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയാണ് ഓരോരുത്തരും ഈ ആറ്റുകാൽ അമ്മയുടെ തിരുനടയിലേക്ക് എത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലർക്കും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്താൻ കഴിയില്ല, കാരണം അത്രത്തോളം തിരക്കുണ്ട്. പലരും ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊങ്കാല അർപ്പിക്കുന്നുണ്ട്. പരമാവധി ആളുകൾ ഈ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ ഈ കാണുന്നതൊക്കെ തന്നെ ഈ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിട്ടുള്ള തീർത്ഥാടകരുടെ, അല്ലെങ്കിൽ ആറ്റുകാലമ്മയെ കാണാൻ എത്തിയവരുടെ തിരക്കാണ്. ചേച്ചി, ഇവിടെ കൊല്ലം തിരക്ക്, ഭയങ്കര തിരക്ക്. ഇവിടെ എത്തിയേ? ഞങ്ങള് 2:30 ഒരുപാട് പേരുണ്ടോ? ഉണ്ട്. സ്ഥിരം വരാറ്? ഞങ്ങള് 23 പേരുണ്ട്. തൃപ്പൂണിത്തറന്ന്. എന്ന് എത്തിയേ? ഇന്നലെ 3 വെളുപ്പിന് 3 മണിക്ക് വന്നതാ. അടുപ്പൊക്കെ എവിടെയാ? അടുപ്പൊക്കെ കൂട്ടിയോ? കൂട്ടിയിട്ടുണ്ട്. ഏതൊരു സ്ഥലത്തിന് അമ്പലത്തിന്റെ പേര് സ്റ്റേഷന്റെ അടുത്താണ് കിട്ടിയിരിക്കുന്നത്. തിരക്കാണോ? തിരക്കുണ്ടില്ലേ? സ്ഥിരം വരാറുണ്ട്? ഇല്ല, ഞാനിതിപ്പോ 2ാമത്തെ വട്ടമാണ്. എങ്ങനെയുണ്ട് തിരക്കൊക്കെ? നല്ല തിരക്കാ, നല്ല തിരക്കൊക്കെ. ശ്രുതി, തിരക്കൊക്കെ ആണെങ്കിലും ആറ്റുകാലമ്മയെ കാണാനായി തീർത്ഥാടകരൊക്കെ തന്നെ ഇങ്ങനെ എത്തുന്നുണ്ട്. കാരണം ഈ തിരക്കൊക്കെ നിയന്ത്രിക്കാൻ പോലീസും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ഒക്കെ തന്നെ ഈ ക്ഷേത്ര സന്നിധിയിലുണ്ട്. അത്തരത്തിൽ കൃത്യമായി ഈ തിരക്കൊക്കെ നിയന്ത്രിച്ച് തന്നെയാണ് തീർത്ഥാടകരെ ക്ഷേത്ര സന്നിധിയിലേക്ക് കടത്തി വിടുന്നത്. ഇതിന് കിലോമീറ്ററുകൾക്ക് അപ്പുറം ഈ ആറ്റുകാലമ്മയുടെ ദർശനത്തിനായി തീർത്ഥാടകർ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ഒപ്പം പലയിടങ്ങളിലായി തീർത്ഥാടകർക്ക് ഈ ദർശനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ്. ഒപ്പം നമുക്ക് ഈ ക്ഷേത്ര നടയിൽ കാണാൻ കഴിയുന്ന മറ്റൊരു മനോഹര കാഴ്ച നേരത്തെ പറഞ്ഞതാണ്. ഈ നാരങ്ങ വിളക്കുകളൊക്കെ തന്നെ തെളിയിച്ച് ആറ്റുകാലമ്മയെ ദർശിക്കാനെത്തിയ നിരവധി ഭക്തരുണ്ട്. അങ്ങനെ വലിയ ഒരു ഉത്സവം, ആ ഒരു പ്രതീതി തന്നെയാണ് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച്. നാടും നഗരവും ഒക്കെ തന്നെ ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ദിവസം കാണാൻ കഴിയുന്നത്. 9 മണിയോടുകൂടി തന്നെ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കും. ഇന്ന് പുലർച്ചെ എത്തിയവരുണ്ട്. ഒപ്പം 2 ദിവസം മുൻപ് ഈ ആറ്റുകാലമ്മയുടെ പ്രതീഷാണ് നമ്മുടെ നാരങ്ങ വിളക്കിന് സമീപത്ത് നിന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരുപാട് ആളുകൾ ക്യൂ നിന്ന് ഈ വഴി കൂടെ തന്നെയാണ് പോകുന്നത്. നിരവധി ആളുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ അമ്മയെ കണ്ട് അനുവാദം വാങ്ങുക എന്നൊരു ചടങ്ങുണ്ട്. ആ ഒരു കാര്യസാധ്യത്തിനായിട്ട് പൊങ്കാലയ്ക്ക് മുൻപ്, പൊങ്കാല സമർപ്പണത്തിന് മുൻപ് അമ്മയെ കാണുന്നതിനായിട്ടാണ് ഈ ഭക്തലക്ഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ എന്തൊരു തിരക്കാണ് കണ്ടതെന്നല്ലേ ഞാൻ പറയുന്നത്. തലേദിവസമൊക്കെ ഇങ്ങനെ തിരക്ക് കാണുമോ എന്നുള്ളത്, അങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. അത്ര തിരക്കാണ്. പൊങ്കാലയ്ക്ക് വരുമ്പോൾ അമ്മമാർ പറയും ഇത്തവണ ഭയങ്കര തിരക്കാണ് മക്കളെ. സത്യത്തിൽ എല്ലാ തവണയും തിരക്ക് കൂടി വരികയാണ്. എനിക്ക് തോന്നുന്നു 97 ആദ്യത്തെ റെക്കോർഡ് കിട്ടുന്നത്. പിന്നീട് അത് 2007 മറ്റുമാണ്. കറക്റ്റ് എനിക്ക് വർഷം ഓർമ്മയില്ല. അതായത് റെക്കോർഡിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും അവർക്ക് തന്നെ തിട്ടപ്പെടുത്താൻ പറ്റാത്ത
ഇല്ലാത്ത രീതിയിലാണല്ലോ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സ്ഥലം പിടിക്കുന്ന കാര്യം പറഞ്ഞു, അത് ഇവിടുത്തെ ഒരു ചടങ്ങാണ്. രാത്രിയിൽ പോയിട്ട് സ്ഥലം പിടിക്കുന്നത് അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസാണ്. രാത്രിയിൽ പോയിട്ട് റോഡിന്റെ ഇരുവശങ്ങളിലും കയറ് കെട്ടി ഇങ്ങനെ സ്ഥലം പിടിക്കും. നേരത്തെ ബുക്ക് ചെയ്ത് എഴുതി വെച്ച് ചില അടുപ്പുകല്ലുകളിലൊക്കെ പേരൊക്കെ എഴുതി ഇങ്ങനെ അടുപ്പ തയ്യാറാക്കി വെക്കുന്നത് കാണാം. അത് ചില സമയത്ത് നമുക്ക് പൊങ്കാല എത്തി എന്നുള്ളതിന്റെ ഒരു സൈനാണ്, സൂചനയാണ്. നമ്മൾ ചില സമയത്തൊക്കെ അവിടെയാർ വഴിയൊക്കെ പോകുമ്പോഴത്തേക്കിന് കയറ് കെട്ടിയിട്ട് കെൽട്രോണിന്റെ അവിടെയൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കും, കെൽട്രോൺ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിരത്തി വെച്ച്. അപ്പൊ നമ്മൾ ഒരു പൊങ്കാല എത്തിയാന്ന് തോന്നും. കാരണം മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങും ഇത്. അതുപോലെ സ്ഥലം പിടിക്കാനുള്ള ആളുകളുണ്ട്. അതുപോലെ ചെറിയ ചെറിയ വഴക്കുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ അവർ ഭയങ്കര കൂട്ടായിരിക്കും, ഫാമിലി ആയിരിക്കും. പോകുമ്പോഴേക്കും ഷെയറിങ് ഈസ് കെയറിങ് നമ്മൾ പറയല്ലോ, ഇവിടെ ഷെയറിങ് ഭയങ്കര പ്രധാനമാണ്. കാരണം നമ്മൾ ചിലപ്പോൾ തേങ്ങ ചിരയിക്കൊണ്ട് വന്നിട്ട് ഇത് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, ഇളക്കാനുള്ള തവി എടുക്കാൻ മറന്നുപോയി. അപ്പൊ നമ്മളിങ്ങനെ അപ്പുറേക്ക് നോക്കും, ചേച്ചി ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അവർ തവി തരും. അത്തരത്തിലുള്ള ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ, കൗതുകങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ പാളയമിമാം ഡോക്ടർ അരുൺകുമാറൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പാളയമിമാം പറഞ്ഞത് ഞങ്ങൾ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് ഒരു പുതുമയുള്ള കാര്യമല്ല, പക്ഷേ അതൊരു പ്രതീകമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഈ സാഹചര്യം അതാണ് നമ്മുടെ കേരള സ്റ്റോറിയുടെ കാര്യമൊക്കെ വന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അതിനൊരു റിലവൻസ് ഉണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് മലയാളികളെ സംബന്ധിച്ച്, നമ്മുടെ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച്, ഞാൻ തിരുവനന്തപുരത്തുകാരെന്ന് മാത്രം പറയുന്നില്ല, അന്യ നാടുകളിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന തിരുവനന്തപുരത്തുകാരുണ്ടല്ലോ, അവര് പക്ക അങ്ങനെ ആവും. പൊങ്കാല ആകുമ്പോഴേക്കും നമ്മുടെ ബാത്റൂം അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക, ശുചിമുറികൾ അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. നമ്മൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ, അതായത് ബെഡ്ഷീറ്റ് അടക്കം, ചവിട്ടുമത്ത അടക്കം, പുതിയ പുതിയ സാധനം, കർട്ടൻ അടക്കമൊക്കെ ഞങ്ങൾ വാങ്ങുന്നത് ഈ പൊങ്കാലക്കാലത്താണ്. അങ്ങനെ ഒരു ആതിഥേയത്വത്തിന്റെ അങ്ങേയറ്റം, ഒരു കൂട്ടായ്മ കൂടിയാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ? അങ്ങനെ പരസ്പരം ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും, ഇപ്പൊ അശ്വതി പറഞ്ഞവര് ഒരു സ്പൂണിന് വേണ്ടി പോലും നമുക്കത് അങ്ങോട്ടൊന്ന് നോക്കിയാൽ മതി, നമ്മുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അപ്പം തന്നെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ പാളയമാമിന്റെ പറഞ്ഞ എത്രത്തോളം പ്രസക്തമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ എന്നുകൂടിയാണ്. പിന്നെ നമുക്കറിയാം ഇനിയിപ്പോ നമ്മൾ ചടങ്ങുകളിലേക്ക് വീണ്ടും വരണം അല്ലേ? 9:15 ശുദ്ധകലശം. അതെ 9:15 ശുദ്ധപുണ്യാഹത്തളിച്ച് ചടങ്ങുകൾ തുടങ്ങും. 9:45 9:45 പണ്ടാര അടുപ്പിൽ അഗ്നി പകരുന്നത്. ശ്രീകോവിലിൽ നിന്ന് വരുന്ന അഗ്നി പണ്ടാര അടുപ്പിൽ പകരുകയും ആ പണ്ടാര അടുപ്പിൽ നിന്ന് ആ അഗ്നിയുടെ പ്രതീകം മറ്റടുപ്പുകളിലേക്കെല്ലാം ദീപം തെളിയിച്ച് നഗരം ഒന്നാകെ ഒരേ സമയം അടുപ്പുകളിൽ തീ പടരുകയാണ്.